ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഉപദ്വീപീയ ഇന്ത്യയിലെ മലനിരകളായിട്ടുള്ള പശ്ചിമഘട്ടത്തെക്കുറിച്ചും പൂർവഘട്ടത്തെക്കുറിച്ച്, ആരവല്ലി, അതേപോലെ വിന്ധ്യ സത്പുര നിരകളെക്കുറിച്ച് നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിലൂടെ. ആദ്യമായിട്ട് പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗാട്ട്സിനെ കുറിച്ച് നോക്കാം. അടിസ്ഥാന വിവരം: ഗുജറാത്തിലെ താപ്തി നദീമുഖം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1600 കിലോമീറ്റർ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്നത് പശ്ചിമഘട്ടമാണ്. അറബിക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ മഹത്വമായ എസ്കാർപ്മെന്റ്, അതായത് ഗ്രേറ്റ് എസ്കാർപ്മെന്റ് ആണ് പശ്ചിമഘട്ടം. ശരാശരി വീതി 100 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി വീതി 100 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം 1200 മീറ്ററുമാണ്. കേരളത്തിലെ ശരാശരി ഉയരം 900 മീറ്റർ ഉണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി വീതി 100 കിലോമീറ്റർ, ഉയരം ഏകദേശം 1200 മീറ്ററും. ശരാശരി ഉയരം കേരളത്തിൽ പറയുമ്പോൾ 900 മീറ്ററുമാണ് പശ്ചിമഘട്ടത്തിന് ഉയരം വരുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയായിട്ടും നിലകൊള്ളുന്നു പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തിയാണ് പശ്ചിമഘട്ടം. ഇനി പശ്ചിമഘട്ടം കടന്നു പോകുന്ന പ്രധാന സംസ്ഥാനങ്ങളെ നോക്കാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, തമിഴ്നാട്, കേരളം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. കൊടുമുടികളും സംഗമ സ്ഥാനങ്ങളും നോക്കാം. പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികളെക്കുറിച്ചും അത് സംഗമിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും നോക്കാം. ഏറ്റവും ഉയരമുള്ള കൊടുമുടി, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള ആനമുടിയാണ്. ഏകദേശം 2695 മീറ്റർ ഉയരമാണ് ആനമുടിയുടെ ഉയരമായിട്ട് പറയുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കേ ഇന്ത്യയിലെയും ഉപദ്വീപീയ ഇന്ത്യയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഇത് തന്നെയാണ്. തെക്കേ ഇന്ത്യയിലും ഉപദ്വീപീയ ഇന്ത്യയിലും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ആനമുടി. ആനമല, ഏലമല, പളനിമല എന്നിവ ആനമുടിയിൽ സംഗമിക്കുന്നു. ആനമുടിയിൽ സംഗമിക്കുന്ന മലനിരകളാണ് ആനമല, ഏലമല, പളനിമല. നീലഗിരി നിരയിലെ ദോഡാബേട്ട, ഏകദേശം 2637 മീറ്റർ ഉയരമുള്ള ദോഡാബേട്ട മറ്റൊരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ്. അപ്പോൾ ചോദ്യം, നീലഗിരി നിരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ദോഡാബേട്ട. ദോഡാബേട്ടയുടെ ഉയരം എന്താണ്? 2637 മീറ്റർ. പേരുകളും സുഖവാസ കേന്ദ്രങ്ങളും. കേരളത്തിൽ പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്. കേരളത്തിൽ പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നിവിടങ്ങളിൽ പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്നത് സഹ്യാദ്രി. കർണാടകത്തിൽ മാത്രമായിട്ട് നോക്കുമ്പോൾ, അതേപോലെ കർണാടക തമിഴ്നാട് അതിർത്തിയിൽ നീലഗിരി മല എന്നാണ് പശ്ചിമഘട്ടത്തെ വിളിക്കുന്നത്. കർണാടകം തമിഴ്നാട് അതിർത്തിയിൽ നീലഗിരി മല. മഹാരാഷ്ട്ര, ഗോവ, കർണാടക സംസ്ഥാനങ്ങളിൽ സഹ്യാദ്രി. കേരളത്തിൽ പശ്ചിമഘട്ടത്തെ സഹ്യപർവ്വതം എന്നുമാണ് അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളാണ് മത്തേരൻ, ലോണാവാല, മഹാബലേശ്വർ, കുദ്രേമുഖ്, കുടക് തുടങ്ങിയ സ്ഥലങ്ങളാണ് പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങൾ. മതേരൻ, ലോണാവാല, മഹാബലേശ്വർ, കുദ്രേമുഖ്, കുടക്. മതേരനും ലോണാവാലയൊക്കെ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുമ്പോൾ കുടക് കർണാടകത്തിലുമാണ്. പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെ കുറിച്ച് നോക്കാം. ബോർക്കട്ട്, താൽക്കട്ട്, പാലക്കാട് ചുരം, ചെങ്കോട്ട ചുരം. ബോർക്കട്ടും താൽക്കട്ട് ചുരവും സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ്. പാലക്കാട് ചുരം കേരളത്തിലാണ്. ചെങ്കോട്ട ചുരവും കേരളത്തിലും ആണ്. ചെങ്കോട്ട ചുരം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബോർക്കട്ടും താൽക്കട്ടുമാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്തുള്ള പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരം. പാലക്കാട് ചുരവും ചെങ്കോട്ട ചുരവും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു.
ഇതും പശ്ചിമഘട്ടത്തിന്റെ ഭാഗം തന്നെയാണ്. പശ്ചിമഘട്ടം പരിസ്ഥിതി സംരക്ഷണവും പൈതൃകവും കുറിച്ച് നോക്കാം. ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ് നമ്മുടെ പശ്ചിമഘട്ടം. ലോക പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത് 2012 ജൂലൈ 1 ലോക പൈതൃക കേന്ദ്രമായിട്ട് പശ്ചിമഘട്ടത്തെ പ്രഖ്യാപിച്ച തീയതി 2012 ജൂലൈ 1. പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച യോഗം നടന്ന രാജ്യം റഷ്യയാണ്. പശ്ചിമഘട്ടത്തെ ഈ ഒരു പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ച യോഗം നടന്ന രാജ്യം റഷ്യ. ആകെ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 39. ഇതിൽ 20 കേരളത്തിൽ തന്നെയാണ്. അങ്ങനെ ഇവരൊരു യോഗം തീരുമാനിച്ച് പശ്ചിമഘട്ടത്തെ നമ്മൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടായിട്ട് തീരുമാനിച്ചു. അതേപോലെ ഇന്ത്യയിൽ നിന്നുമുള്ള ആകെ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 39. ഇതിൽ തന്നെ 20 സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റികളെ നോക്കാം. ഗാഡ്ഗിൽ ആൻഡ് കസ്തൂരി രംഗൻ കമ്മിറ്റിയെക്കുറിച്ച് നോക്കാം. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി 2010 വന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ആഗസ്റ്റ് 31. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്നു ചോദിച്ചാൽ 2010. പക്ഷെ അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റ് 31. കെ കസ്തൂരി രംഗൻ കമ്മിറ്റി 2012 അത് റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. കെ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ വർഷം 2012, റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 12 താലൂക്കുകൾ പൂർണ്ണമായിട്ടും പരിസ്ഥിതി ലോലമാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരമാണ് കേരളത്തിലെ 12 താലൂക്കിനെ പരിസ്ഥിതി ലോല താലൂക്കായിട്ട് പ്രഖ്യാപിച്ചത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 123 വില്ലേജുകൾ ESI പട്ടികയിൽ ഉൾപ്പെടുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 123 വില്ലേജുകൾ ESI പട്ടികയിൽ ഉൾപ്പെടുന്നു. അടുത്തതായിട്ട് പൂർവഘട്ടത്തെക്കുറിച്ച് നോക്കാം. ഈസ്റ്റേൺ ഗാട്സ്. അടിസ്ഥാന വിവരം: ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തിയായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നു പൂർവഘട്ടം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തിയായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിനു സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നത് പൂർവഘട്ടം അഥവാ ഈസ്റ്റേൺ ഗാട്സ് ആണ്. ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചിരിക്കുന്നു പൂർവഘട്ടം. എവിടം തൊട്ട് എവിടം വരെ? ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെയാണ് പൂർവഘട്ടം വ്യാപിച്ചിരിക്കുന്നത്. ഏകദേശ നീളം 800 കിലോമീറ്റർ ആണ്. ശരാശരി ഉയരം 600 മീറ്ററും. പൂർവഘട്ടത്തിന്റെ ഏകദേശ നീളം 800 കിലോമീറ്റർ, ശരാശരി ഉയരം പറയുന്നത് 600 മീറ്റർ ആണ്. ഇനി പൂർവഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. പൂർവഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, കർണാടക. പൂർവഘട്ടത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികളും പ്രത്യേകതകളും നോക്കാം. ഏറ്റവും ഉയർന്ന കൊടുമുടി, പൂർവഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടി ജിന്താഗാഡയാണ്. അതിന്റെ ഉയരം 1690 മീറ്റർ ആണ്. ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു ജിന്താഗാഡ. പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ജിന്താഗാഡ, ഉയരം 1690 മീറ്റർ. ജിന്താഗാഡയുടെ പ്രാദേശിക നാമങ്ങളാണ് അർമാകൊണ്ട, സീതമ്മക്കൊണ്ട. ജിന്താഗാഡയുടെ പ്രാദേശിക നാമങ്ങൾ എന്തൊക്കെയാണ്? അർമാകൊണ്ട, സീതമ്മക്കൊണ്ട എന്നെല്ലാം അറിയപ്പെടുന്നത് ജിന്താഗാഡയാണ്. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് മഹേന്ദ്രഗിരി. പൂർവഘട്ടത്തിലെ 2ാം സ്ഥാനത്തിൽ ഉയരമുള്ള കൊടുമുടി മഹേന്ദ്രഗിരി കൊടുമുടിയാണ്. 1654 മീറ്റർ ആണ് NCERTയിൽ ഉത്തരമായിട്ട് രേഖപ്പെടുത്തി കാണിക്കുന്നത്. പക്ഷേ ഏകദേശം NCERT പ്രകാരം 1501
1654 കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ. മഹേന്ദ്രഗിരി കുന്നിന്റെ ഏകദേശ ഉയരം 1654 മീറ്റർ. പക്ഷെ NCERTയിൽ നൽകിയിരിക്കുന്നത് 1501 മീറ്റർ ഉയരം എന്നാണ്. പളനി കുന്നുകളിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. പളനി കുന്നിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സുഖവാസ കേന്ദ്രം കൊടൈക്കനാലാണ്. ആരവല്ലി നിരകളെ കുറിച്ച് നോക്കാം. ആരവല്ലീസ് അതിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതമാണ്. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കു പർവ്വത നിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും പ്രായമുള്ള മടക്ക് പർവ്വത നിരയാണ് ആരവല്ലി നിരകൾ. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് വേർതിരിക്കുന്നത് ആരവല്ലിയാണ്. രാജസ്ഥാൻ സംസ്ഥാനത്തെ കിഴക്കായിട്ടും പടിഞ്ഞാറായിട്ടും വേർതിരിക്കുന്നത് ആരവല്ലി മലനിരകളാണ്. ആരവല്ലി നിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ. 1722 മീറ്റർ ഉയരമാണ് മൗണ്ട് ഗുരുശിഖറിന് ഉള്ളത്. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരുശിഖർ. ആരവല്ലിയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രങ്ങളെ നോക്കാം. മൗണ്ട് അബു ആണ്. പഴയ പേര് അർബുദാഞ്ചൽ എന്നാണ്. മൗണ്ട് അബുവിന്റെ പഴയ പേര് അർബുദാഞ്ചൽ. മൗണ്ട് അബു ആരവല്ലി മലനിരയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സുഖവാസ കേന്ദ്രമാണ്. നക്കി തടാകം മൗണ്ട് അബുവിലാണ്. ഗാന്ധിജിയുടെ ചിതാഭസ്മം ഇവിടെ നിമജ്ജനം ചെയ്തിട്ടുണ്ട്. നക്കി തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ മൗണ്ട് അബുവിലാണ്. മൗണ്ട് അബു എവിടാണ്? ആരവല്ലി മലനിരയിൽ. ഇവിടെ ഗാന്ധിജിയുടെ ചിതാഭസ്മവും നിമജ്ജനം ചെയ്തിട്ടുണ്ട്. വിന്ധ്യ സത്പുര നിരകളെ കുറിച്ച് നോക്കാം. വിന്ധ്യ സത്പുര മലനിരകൾ. മധ്യ ഇന്ത്യയുടെ വിഭജനം നടക്കുന്നത് വിന്ധ്യ സത്പുര മലനിരകൾ അപ്പുറം ഇപ്പുറവുമാണ്. വിന്ധ്യ സത്പുര മലനിരകളിലൂടെയാണ് മധ്യ ഇന്ത്യയുടെ വിഭജനം നടക്കുന്നത്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യാനിരകൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വതനിര വിന്ധ്യാനിരകൾ. നർമ്മദ താപ്തി നദികൾക്കിടയിൽ വിന്ധ്യയ്ക്ക് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര. സാത്പുര അതെവിടെയാണ്? നർമ്മദ താപ്തി നദികൾക്കിടയിൽ വിന്ധ്യയ്ക്ക് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത നിരയാണ് സാത്പുര പർവ്വതനിരകൾ. സാത്പുരയുടെ അർത്ഥം എന്താണ്? 7 പർവ്വതങ്ങളുടെ നിര. സാത്പുര എന്ന വാക്കിന്റെ അർത്ഥം 7 പർവ്വതങ്ങളുടെ നിര എന്നാണ്. 7 പർവ്വതത്തിന്റെ നിര. സാത്പുരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ധൂപ്ഗഡ്. ധൂപ്ഗഡ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് സാത്പുരയിലാണ്. സാത്പുരയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഗഡ്. 1350 മീറ്റർ ആണ് സാത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ധൂപ്ഗഡിന് ഉള്ളത്. ധൂപ്ഗഡ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് സംസ്ഥാനത്താണ്. ധൂപ്ഗഡ് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനപ്പെട്ട റാങ്ക് മേക്കർ പോയിന്റുകൾ നോക്കാം. സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? പച്ച്മാർഹി. പച്ച്മാർഹിയാണ് സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. സാത്പുരയുടെ റാണി പച്ച്മാർഹി. ലോകത്തിലെ നിഷ്ക്രിയ മാർജിൻ എസ്കാർപ്മെന്റുകൾ, പാസീവ് മാർജിൻ എസ്കാർപ്മെന്റ് മികച്ച ഉദാഹരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞേ ഉള്ളൂ. പശ്ചിമഘട്ടത്തെ പാസീവ് മാർജിൻ എസ്കാർപ്മെന്റ് എന്നും പറയുന്നുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിള് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളെ ഏലമല അല്ലെങ്കിൽ കാർഡമൻ ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ ഏലമല. പശ്ചിമഘട്ടത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകളെ ഏലമല അല്ലെങ്കിൽ കാർഡമൻ ഹിൽസ് എന്ന് അറിയപ്പെടുന്നു. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം പൂനെ പട്ടണമാണ്. പൂനെ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം പൂനെയാണ്. പൂനെ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ. പരിസ്ഥിതി രംഗത്തെ
ടെയ്ലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിന് ആ ടെയ്ലർ പ്രൈസ് ലഭിച്ച വർഷം 2015. പരിസ്ഥിതി രംഗത്തിന് കൊടുക്കുന്ന ടെയ്ലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തിന് അവാർഡ് കരസ്ഥമായത് 2015 കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാനായിട്ട് കേരളം നിയോഗിച്ച ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ ആണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാനാണ് കേരളം നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. പശ്ചിമഘട്ടത്തിലെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതി പരിശോധിക്കാൻ കേരളം നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. അടുത്തത്, പൂർവഘട്ടത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളെ നോക്കാം. പൂർവഘട്ടത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ അതേതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പൂർവഘട്ടത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി നദികളാണ്. പൂർവഘട്ടത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നീലഗിരി കുന്നുകൾ തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലം എവിടാണ്? നീലഗിരി. നീലഗിരി കുന്ന് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ആരവല്ലിയിലെ കുന്നുകളെ റെയ്സീന കുന്നുകൾ, റെയ്സീന ഹിൽസ് എന്ന് വിളിക്കുന്നു. ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ആരവല്ലിയിലെ കുന്നിനെയാണ് റെയ്സീന കുന്നുകൾ, റെയ്സീന ഹിൽസ് എന്ന് വിളിക്കുന്നത്. ഡൽഹിയിലെ ഭാഗമായിട്ടുള്ള ആരവല്ലിയിലെ കുന്നുകളാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പശ്ചിമഘട്ടം, പൂർവഘട്ടം, വിന്ധ്യ സത്പുര മലനിരകൾ, അതേപോലെ ആരവല്ലി മലനിരകളെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സൊക്കെ കമൻ്റ് ആയിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.